ഹലോ ഫ്രണ്ട്സ്, വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളോട് പുതിയ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്ന കാര്യം നമുക്ക് BGMIയിലാണെങ്കിലും പബ്ജിയിലാണെങ്കിലും തന്നെ നമുക്ക് ഫ്രീ ആയിട്ട് ഒരു റീനെയിം കാർഡ് കിട്ടുന്നൊരു ട്രിക്കാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ എങ്ങനെ നമ്മൾ ആ ഒരു റീനെയിം കാർഡ് കളക്ട് ചെയ്യുന്നത് എന്നുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ആയിട്ട് പറയുന്നുണ്ട്. കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെല്ലാം ഒന്ന് വാച്ച് ചെയ്യുക. തുടർന്നും ഇതേപോലുള്ള വീഡിയോസും കാര്യങ്ങളെല്ലാം വാച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ബെൽ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് ഓൾറെഡി വയ്ക്കുക. അപ്പോൾ നമുക്ക് വീഡിയോക്കുള്ളിലേക്ക് ഒന്ന് പോവാം. ഗൈസ്, ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ID റീനെയിം കാർഡ് നമ്മൾ ഇവിടെ നിന്ന് കളക്ട് ചെയ്തതായിട്ട് കാണാൻ പറ്റും. അതുകൂടാതെ ഈ ഒരു ഈവൻറ്റിലൂടെ നമുക്ക് കിട്ടുന്നത് ഒരു ബാക്ക് പാക്ക് കിട്ടുന്നുണ്ട്, പിന്നെ ഒരു ഇമോട്ട് കിട്ടുന്നുണ്ട്, പിന്നെ അതുകൂടാതെ ഒരു ഔട്ട്ഫിറ്റ് കിട്ടുന്നുണ്ട്, ഒരു ഹെൽമെറ്റിൻ്റെ സ്കിൻ കിട്ടുന്നുണ്ട്. ഇത്രയും നമുക്ക് കിട്ടുന്നത് ഒരു ലിമിറ്റഡ് പീരീഡിനാണെങ്കിൽ തന്നെ ഇതിൽ മെയിനായിട്ടുള്ളൊരു കാര്യം എന്തെന്ന് പറഞ്ഞാൽ ഈ ഒരു റീനെയിം കാർഡ് തന്നെയാണ്. ഇനി ഇതെങ്ങനെ കിട്ടി എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. അതെങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 8 ദിവസം നമ്മുടെ അക്കൗണ്ട് ലോഗിൻ ചെയ്യാതെ വെച്ചിരിക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു 8 ദിവസം നമ്മൾ ലോഗിൻ ചെയ്യാതെ വെച്ചു എങ്കിൽ അടുത്ത 9ാമത്തെ ദിവസം നമ്മൾ ലോഗിൻ ചെയ്ത് കഴിഞ്ഞു പറഞ്ഞാൽ പുതിയതായിട്ട് കുറച്ച് ഈവൻറ്റ്സും കാര്യങ്ങളെല്ലാം അതെന്ന് പറഞ്ഞാൽ ഡെയിലി ലോഗിൻ ചെയ്യുന്നവർക്ക് വരുന്ന ഈവൻ്റ് അല്ലാതെ മറ്റു ഒരു സ്പെഷ്യലായിട്ടുള്ള ഈവൻറ്റ് നമുക്ക് അവൈലബിൾ ആവും. ഈ ഈവൻറ്റിൽ എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വേണ്ട. ജസ്റ്റ് ഓരോ ദിവസം വന്നിട്ട് ലോഗിൻ ചെയ്താൽ മാത്രം മതി. പിന്നെ ഇതിലൊരു റിസ്ക് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 8 ദിവസം ഈ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യാതിരിക്കുക എന്നുള്ളത് തന്നെയാണ് മെയിനായിട്ടുള്ളൊരു റിസ്ക് എന്ന് പറയുന്നത്. അപ്പോൾ അത്രയും ദിവസം നമ്മൾ ലോഗിൻ ചെയ്യാതിരിക്കുക എന്ന് പറയുന്നത് പലർക്കും ബുദ്ധിമുട്ടുള്ളൊരു കാര്യം തന്നെയാണ്. പിന്നെ ഈ ഒരു റീനെയിം കാർഡ് കിട്ടണം എന്ന് ആഗ്രഹമുള്ളവരുണ്ടെങ്കിൽ ജസ്റ്റ് വേണമെങ്കിൽ വേറൊരു അക്കൗണ്ട് യൂസ് ചെയ്തിട്ട് നമ്മൾ ജസ്റ്റ് അപ്ലൈ ചെയ്യുകയും ഈ ഒരു അക്കൗണ്ട് ജസ്റ്റ് ഒരു 8 ദിവസത്തിന് ഓപ്പൺ ചെയ്യാതിരുന്നാൽ നമുക്ക് ഈ ഒരു റീനെയിം കാർഡ് കളക്ട് ചെയ്യാവുന്നതാണ്. എന്തായാലും ഈ ഒരു ട്രിക്ക് പലരും അറിയാതെ പോകുന്നൊരു ട്രിക്കാണ്. അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ എഡിറ്റ് ചെയ്തത്. എന്തായാലും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുകൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനെല്ലാം ഈ ഒരു ട്രിക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ഇനിയും ഇതേപോലുള്ള വീഡിയോസും കാര്യങ്ങളെല്ലാം വാച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ബെൽ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് ഓൾ ഇട്ട് വയ്ക്കാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.